കോട്ടയം തിരുനക്കരയിലെ പുലച്ചിക്കല്ലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരുപാട് കഥകളും കെട്ടുകഥകളും ചരിത്രാതീത കാലഘട്ടവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ കല്ല്. തിരുനക്കര ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് തെക്ക് കിഴക്കേ കോണിൽ റോഡിന് മധ്യത്തായി 5 അടിയിലേറെ ഉയരമുള്ള ഒരു ലാറ്ററൈറ്റ് കല്ലിനെ വേലിയൊക്കെ കെട്ടി തിരിച്ച് സംരക്ഷിച്ച് അതിനടുത്തായി കൽവിളക്കും പുഷ്പവും ഒക്കെ വെച്ച് ആരാധിക്കുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ ആ കല്ലിനെ പറ്റി അന്വേഷിച്ചിറങ്ങി. ഏറ്റവും കൂടുതൽ കേട്ട കഥ ഇങ്ങനെയായിരുന്നു. പണ്ട് അയിത്തവും ജാതി വ്യവസ്ഥയും ഒക്കെ കൊടികുത്തി വാണിരുന്ന കാലത്ത് പുല്ലരിഞ്ഞു വരികയായിരുന്ന ഒരു പുലയ സ്ത്രീ ബ്രാഹ്മണനായ മഠത്തിലെ സ്വാമിയെ അബദ്ധത്തിൽ സ്പർശിക്കുകയും സ്വാമി ആ സ്ത്രീയെ ശപിച്ചു കല്ലാക്കി എന്നുമായിരുന്നു ആ കഥ. സത്യത്തിൽ ഈ കഥയ്ക്കും കല്ലിനും യാതൊരു ബന്ധവുമില്ല. നമുക്ക് ലഭ്യമായ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാശിലാ സംസ്കാരത്തിന്റെ ഒരു അവശേഷിപ്പാണ് ഈ കല്ല്. ഈ കല്ല് എന്താണെന്നും ആ കല്ലിന്റെ പേര് വന്ന വഴിയും പറയാം. കേരളത്തിന്റെ പല ഭാഗത്തായി കണ്ടെടുത്തിട്ടുള്ള നെടുങ്കല്ല്, വീരക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന മെൻഹിർ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ കല്ല്. മലയാള ഭാഷ രൂപീകരിക്കുന്നതിന് മുമ്പ് സംഘകാലഘട്ടത്തിൽ നെടുങ്കല്ലുകളെ സ്മാരക സ്തംഭം എന്നർത്ഥം വരുന്ന പുരശ്ശിക്കല്ല് എന്നാണ് വിളിച്ചിരുന്നത്. സംഘകാല കൃതികളായ പുറനാനൂറ്, അകനാനൂറ് എന്നിവയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്. വീരപുരുഷന്മാരുടെ ഓർമ്മയ്ക്കായി അവരുടെ ശവകുടീരത്തിൽ സ്ഥാപിച്ചിരുന്ന പുരശ്ശിക്കല്ല് മലയാള ഭാഷ പ്രചാരത്തിൽ വന്നതോടെ ഈ പേരിന് രൂപാന്തരം സംഭവിച്ച് പുലച്ചിക്കല്ലായി മാറി. അതോടെ പുലയ സ്ത്രീക്ക് ശാപം കിട്ടി കല്ലായ കഥ പ്രചരിച്ചു.